ഇന്ന് എൻ്റെ കാച്ചിൽ വിളവെടുപ്പിനെക്കുറിച്ചും അതുപോലെ കാച്ചിൽ നടുന്നതിനെക്കുറിച്ചും കാച്ചിൽ പുഴുക്കുണ്ടാക്കി കാന്താരി മുളക് ചമ്മന്തി കൂട്ടി കഴിക്കുന്നതിനെക്കുറിച്ചും പറയാം. ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടിട്ട് എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഈ കാച്ചിൽ. ഏകദേശം ഒരു 2 കിലോയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ തറയിൽ നട്ടതുമാണ്. ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. മണ്ണിന് ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് നന്നായിട്ട് തന്നെ അതുണ്ടായി. ഇതാ കണ്ടോ, അത് ചെറിയൊരു കഷ്ണം ഇതുപോലെ വാങ്ങിച്ചപ്പോൾ കിട്ടിയത് നട്ടതാണ്. നല്ല ഇനം കാച്ചിലായിരുന്നു. ഇപ്പോൾ അത് പുഴുങ്ങി ഞാനത് കഴിച്ചു. നല്ല പോലെ പെട്ടെന്ന് വേവുന്നതുമാണ്. ഇത് ചെടിച്ചട്ടിയിൽ നട്ടതാണ്. ഇതാ കണ്ടോ, ഏകദേശം ഒരുവിധം വലിപ്പം കിട്ടിയിട്ടുണ്ട്. എന്നാലും മണ്ണിൽ നട്ട അത്രയും വന്നിട്ടില്ല. എന്നാലും ഒരുവിധം വലിപ്പം കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുവിധം 2 കിലോ വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ചെറിയതൊക്കെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അത് ചെറുത് വീണ്ടും അത് നടാം എന്ന് കരുതി ഞാനതിന് പറിച്ച ഇടത്ത് തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് അവിടെ തന്നെ ഞാൻ കുഴിയെടുത്ത് തറയിൽ തന്നെ ഇപ്രാവശ്യം നട്ടുള്ളൂ. ചെടിച്ചട്ടിയെല്ലാം ഓരോ ചെടികൾ നട്ട് തീർന്നു പോയതിനാൽ അത് നടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഗ്രോ ബാഗിനകത്ത് നോക്കിയില്ല, പ്ലാസ്റ്റിക് സഞ്ചിയിൽ നടണമെന്ന് കരുതി. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തായാലും ഇളകി കിടക്കുന്നതല്ലേ, 3-4 എണ്ണയെ നട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കൂട്ടാൻ വയ്ക്കാനല്ല, പുഴുങ്ങാനായിട്ട് ഉപയോഗിച്ചു. ഇതാ കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഒരു നല്ല ചുമന്ന്, അത് അധികം നാളായിട്ടില്ല അത് മുളച്ച് വന്നിട്ടെന്ന് തോന്നി. അതിൻ്റെ മുകൾ വശം അവിടം വെട്ടിയെടുത്തിട്ടാണ് ബാക്കി ഭാഗം പുഴുങ്ങാനും അതിൻ്റെ മുകൾ വശം ഇതേപോലെ വെട്ടിയെടുത്തു. ഞാൻ പ്രത്യേകിച്ച് ചാരമൊന്നും പുരട്ടി വെച്ചൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ നടാമെന്ന് കരുതി. പിന്നെ അത് വെച്ചിരുന്ന പിന്നെ മറന്നു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ മണ്ണ് തന്നെ അതിൻ്റെ മുകളിൽ പുരട്ടി അതിന് ശേഷം നടാമെന്ന് വിചാരിച്ചു. ഓരോന്നിൻ്റെ ഈ മോൾവശം ഭാഗമാണ് കത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം മണ്ണിൽ മുക്കിയിട്ടാണ് അങ്ങനെ തന്നെ നടുവാണ് ചെയ്തത്. ഞാൻ അന്നും അതുപോലെ തന്നെ, ഞാൻ അധിക സമയമൊന്നും വെച്ചിരുന്ന് മുള വന്നിട്ടൊന്നും അല്ല നട്ടത്. അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് മണ്ണിൽ കുഴിച്ചു വയ്ക്കുമായിരുന്നു. ചെറുതെല്ലാം ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ എടുത്തില്ല. അതിനെയെല്ലാം ഓരോന്ന് മാറ്റി മാറ്റി അവിടെ നട്ടു. ഇതുപോലെ മണ്ണ് ഇളകി കിടക്കുന്നതിൽ മുക്കി. കാച്ചിലിനൊരു പശയുണ്ടല്ലോ, ആ പശ കൊണ്ട് പെട്ടെന്ന് അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് മണ്ണ് അവിടെ തന്നെ താഴെ നട്ടുവെച്ചു. ഇതുപോലെ മണ്ണിന് നല്ല ഇളക്കം വേണം. നന്നായി കരിയിലയും എല്ലാം ഇട്ടായിരുന്നു അന്ന് ഞാൻ നട്ടത്. ഇന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് അവിടെ നന്നായി ഇളകി കിടക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇലകളോ ഒന്നും ഇട്ടില്ല. അല്ലാതെ തന്നെ അവിടെ കുഴിച്ചു വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് തന്നെ ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് എടുക്കേണ്ടതല്ലേ. ഞാനതുകൊണ്ട് ഒരു വളവും ചെയ്യാറില്ല. വല്ല കരിയിലയോ ചാരമോ അങ്ങനെയൊക്കെ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ബാക്കിയുള്ളതിനെ ഞാൻ മുറിച്ചെടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിനെ ഓരോന്ന് മുറിച്ചിട്ട് അതിൻ്റെ തൊലി ചെത്തി നന്നായി കഴുകി എടുത്തു. എന്നിട്ട് ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് അതിൽ ഉപ്പ് ഇട്ട് ഒരു പാത്രത്തിൽ നന്നായി തിളയ്ക്കാൻ വെച്ചു. വേഗം തന്നെ അത് വെന്ത് കിട്ടി. 5 മിനിറ്റ് തിളയ്ക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. അതായത് കുത്തി നോക്കുമ്പോൾ അറിയാം നമുക്ക്. കണ്ടോ, താണിറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടി ഇങ്ങനെ വരും.
നന്നായിട്ട്. നല്ല നൂറുള്ള കിഴങ്ങാണെന്ന് പറയും. അതായത് നല്ല പൊടിഞ്ഞിങ്ങനെ വരും. അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാൻ കാന്താരിമുളകും ചെറിയ ഉള്ളിയും ഉപ്പും പുളിയും ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരടി അടിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെച്ചു. അങ്ങനെ ഇന്നത്തെ 4 മണി ഭക്ഷണം കാച്ചിൽ പുഴുക്കും കാന്താരി ചമ്മന്തിയും.